ഞാൻ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പറയുമായിരുന്നു അത്രയും വലിയ സ്കോറിലൊന്നും എന്തായാലും ശരിക്കുള്ള നീറ്റിന് എത്താൻ പറ്റില്ലായിരിക്കുന്നു. പക്ഷേ ടീച്ചേഴ്സ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുമായിരുന്നു, നിനക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. 3 ലെസൻ്റെ DPP കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഫിസിക്സ് നമ്മൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന്. അതിനുശേഷം എനിക്ക് DPPയിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഫിസിക്സിനായി ഇമ്പ്രൂവ് ആയത് ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം തന്നെയാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. അത് കാരണം നമുക്ക് ആ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ നമുക്ക് ഫുൾ ചാപ്റ്ററിൻ്റെ ഒരു ഫുൾ കണ്ടൻറ്റ് നമുക്ക് കിട്ടാറുണ്ട്. ലാസ്റ്റ് റിവിഷൻ്റെ ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ അത് കുറച്ച് കുറഞ്ഞു വന്നു തുടങ്ങി. ബിക്കോസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ചും കൂടിയും ലെവൽ കൂടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ലാസ്റ്റൊക്കെ അത്രയും ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ടായിരിക്കും നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അത്രയ്ക്കും ഒരു സിമ്പിളായിട്ടാണ് നമുക്ക് തോന്നിയത്. പിന്നെ ഓരോ റിവിഷൻ ടൈമിലാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതല്ല, എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല NCERT ടെക്സ്റ്റ് ബുക്ക്, കാരണം എല്ലാ ലൈനും നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ലൈൻസും സാറ് ഓരോ തവണ റിവിഷൻ ആണെങ്കിലും നോർമൽ ക്ലാസ്സിലാണെങ്കിലും പറഞ്ഞു തരും. ലാസ്റ്റ് സമയം വെച്ച് ഒരു 30 നീറ്റ് മോഡൽ ഓരോ ദിവസം വിട്ട് ഡിസ്കഷനും നീറ്റ് മോഡൽസും ആയിരുന്നു. അത് വളരെയധികം ഹെൽപ്ഫുള്ളായി. ലാസ്റ്റ് വെച്ച് എക്സാംസ് വളരെ ടഫായിരുന്നു, പക്ഷേ നീറ്റ് വെച്ച് നോക്കുമ്പോൾ നീറ്റ് കുറച്ചുകൂടെ എളുപ്പമായി തോന്നി. അത് ടഫാക്കിയതുകൊണ്ട് കുറച്ചുകൂടെ ഡീപ്പായി പഠിക്കാൻ പറ്റി.